ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. തൊഴുന്നേൻ 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 ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. നമസ്കാരം. ദേവസന്നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ഏഴര പൊന്നാനയുടെ സ്വന്തം നാടായ ഏറ്റുമാനൂരിലാണ്. അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പൻ്റെ സന്നിധിയിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ MC റോഡിൻ്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടത്തെ മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ഭഗവാനെ ഇവിടെ ആരാധിക്കുന്നത്. കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതമായ 108 ശിവാലയങ്ങളിലൊന്നുമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. സകല ദുരിതങ്ങൾക്കും ഇവിടത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ ക്ഷേത്രമെന്നാണ് കരുതിപ്പോരുന്നത്. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രം ആദ്യം വടക്കുംകോൻ രാജ്യത്തായിരുന്നു. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാർ 8 മനക്കാരായിരുന്നു. ഇതുവഴിയാണ് 8 മനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നതെന്നും പിന്നീട് അത് ഏറ്റുമാനൂരായതെന്നും പറയപ്പെടുന്നത്. കൊല്ലവർഷം 929 ക്ഷേത്രം തിരുവിതാംകൂർ ഏറ്റെടുക്കുകയുണ്ടായി. തിരുവിതാംകൂർ ദിവാനായിരുന്ന മൺട്രോ പ്രഭുവിന്റെ ആശയമായിരുന്നു ഇത്. ഇപ്പോൾ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. പടിഞ്ഞാറോട്ട് ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും ഇതുതന്നെയാണ്. പ്രധാന വഴിയിൽ നിന്നും അല്പം ഇറങ്ങിയാണ് ഗോപുരത്തറ കാണപ്പെടുന്നത്. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ്. ആനക്കൊട്ടിലിന് തൊട്ടപ്പുറത്ത് സ്വർണ്ണ കൊടിമരം നിലകൊള്ളുന്നു. വെറും കൈയോടെ വന്ന് ഏറ്റുമാനൂരപ്പനെ തൊഴരുതെന്നും മറിച്ച് ഒരു കൂവളത്തിലെങ്കിലും ഭഗവാന് സമർപ്പിക്കണമെന്നുമാണ് ഇവിടത്തെ വിശ്വാസം. കൊടുക്കുന്നതിന് ഇരട്ടിയായി ഭഗവാൻ തിരിച്ചു തരുമെന്നത് കാലങ്ങളായുള്ള ഉറച്ച വിശ്വാസവുമാണ്. ഐതിഹ്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം കണക്കാക്കുക സാധ്യമല്ല. ഏറ്റുപറയുമ്പോൾ പാപങ്ങളൊക്കെ കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഏറ്റുമാനൂരപ്പൻ, ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളുന്ന ഏറ്റുമാനൂരപ്പൻ, ഖരമഹർഷിയാൽ പ്രതിഷ്ഠിതമായ 3 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണിവിടം. ഏറ്റുമാനൂർ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഖരൻ എന്ന അസുരൻ തൻ്റെ മുത്തച്ഛനായ മാല്യവാനിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ വലതുകൈയിലും
ഇടതു കൈയിലും വായിൽ കടിച്ചു പിടിച്ചുകൊണ്ടും 3 ജ്യോതിർലിംഗങ്ങളുമായി സഞ്ചരിച്ചു. ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തുകയും വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിക്കുകയും ചെയ്തു. വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അത് എടുക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ യാത്ര തുടർന്നു. തന്റെ ഇടത് കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും, വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഇന്നും 3 ക്ഷേത്രങ്ങളിലും ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ 2 പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും 7.5 പൊന്നാനയും. ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് 5 തിരികളോട് കൂടിയ കെടാവിളക്കാണ്. കെടാവിളക്ക് മഹാദേവൻ നേരിട്ടെത്തി സ്ഥാപിച്ചുവെന്നാണ് ഐതിഹ്യം. ബലിക്കൽപുരയിലെ വലിയ വിളക്കിൽ എണ്ണയൊഴിക്കുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ ഏറ്റവും പ്രധാന വഴിപാട്. ബലിക്കൽപുരയിൽ നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും 3 ചുവർ ചിത്രങ്ങളുണ്ട്. വടക്കു വശത്ത് അനന്തശയന ഭാവത്തിലുള്ള മഹാവിഷ്ണുവും തെക്കു ഭാഗത്ത് അഘോരമൂർത്തിയും നടരാജമൂർത്തിയുമാണ് ചുവർ ചിത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരമൂർത്തിയായ മഹാദേവനാണ്. അഘോരൻ എന്ന വാക്കിന് ഒട്ടും ഘോരനല്ലാത്തവനെന്നും ഏറ്റവും ഘോരനായവനെന്നും അർത്ഥമുണ്ട്. ദുഷ്ടർക്ക് ഏറ്റവും ഘോരനായും ശിഷ്ടർക്ക് ഏറ്റവും സൗമ്യനായി കാണപ്പെടുന്നുവെന്നാണ് വിശ്വസിച്ചു വരുന്നത്. എങ്കിലും ഉഗ്രമൂർത്തി സങ്കല്പമായാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗ, ശാസ്താവ്, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ക്ഷേത്രത്തിനടുത്തായി അന്തിമഹാകാളൻ, ശ്രീകൃഷ്ണൻ എന്നീ ദേവന്മാർക്കും ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രമതിലകത്ത് വടക്ക് പടിഞ്ഞാറു മാറിയാണ് ആസ്ഥാന മണ്ഡപം. കുംഭമാസത്തിലെ 8ാം ഉത്സവ ദിവസം ഭഗവാനെ ഇവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരുത്തുന്ന ചടങ്ങുണ്ട്. 7.5 പൊന്നാനകൾക്കൊപ്പമുള്ള ആ ദർശനം അതിവിശേഷമായി പറയപ്പെടുന്നു. 7.5 പൊന്നാന ദിവസം ആസ്ഥാന മണ്ഡപത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തർ തങ്ങളെ കൊണ്ടാകുന്ന ഒരു അളവ് പണം ഏറ്റുമാനൂരപ്പന് കാണിക്കയായിടും. ഇതിന് വലിയ കാണിക്ക എന്നാണ് പേര്. ആദ്യം ചെങ്ങന്നൂർ പൊന്നുരൂട്ട് മഠത്തിലെ പണ്ടാര പ്രതിനിധിയാണ് കാണിക്കയിടുക. തുടർന്ന് ദേവസ്വം ഉപദേശ സമിതി അംഗങ്ങളും ഭക്തരും കാണിക്കയിടും. ഇതേ സമയത്ത് 4 പേർ ചേർന്ന് 7.5 പൊന്നാനകളെയും തോളിലേറ്റി കൊണ്ടുവന്ന് മണ്ഡപത്തിൽ വയ്ക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഈ തീർത്ഥക്കുളം വില്ലുതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ മിക്ക മഹാക്ഷേത്രങ്ങളിലേതും പോലെ ഭീമാകാരമായ വട്ടശ്രീകോവിലാണ് ഏറ്റുമാനൂരും ഉള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയേയുള്ളൂ. അത് ചെമ്പ് മേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടമുണ്ട്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് ചുറ്റും മനോഹരമായ ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളുമുണ്ട്. വാമനമൂർത്തി, അഷ്ടാവക്ര മഹർഷി, ലക്ഷ്മി ഭൂമി സമേതനായ മഹാവിഷ്ണു, പത്നി സമേതനായ ഗണപതി, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണന്റെ രാസലീല,
സൂര്യഭഗവാൻ തുടങ്ങിയവ ഇവയിൽ കാണാം. ശ്രീകോവിലിന് തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും കുടികൊള്ളുന്നു. ഗണപതിയുടെ വിഗ്രഹം കാണണമെങ്കിൽ അല്പം ചെരിഞ്ഞു നോക്കേണ്ടതുണ്ട്. കിഴക്കേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം. അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിച്ചു വരുന്നു. ആ നട തുറക്കാറില്ല. നാലമ്പലത്തിനകത്ത് വടക്കു ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ശാസ്താവിന്റെ പ്രതിഷ്ഠ. നമസ്കാര മണ്ഡപത്തിന്റെ വടക്ക് പടിഞ്ഞാറെ തൂണിലാണ് ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠ. അഷ്ടബാഹുക്കളോട് കൂടിയ ഉഗ്രരൂപിണിയായാണ് ഭഗവതി. മഹിഷാസുരനെ വധിച്ച ശേഷമുള്ള ഭാവമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി, തൃക്കാർത്തിക തുടങ്ങിയവ ദേവിക്ക് പ്രധാനമാണ്. മഞ്ഞൾ, കുങ്കുമാർച്ചന, നെയ്പായസം തുടങ്ങിയവയാണ് ഭഗവതിക്ക് പ്രധാന വഴിപാടുകൾ. ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിന്റെ വടക്കുകിഴക്കേ തൂണിലാണ് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ. വാൽക്കണ്ണാടി നോക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് യക്ഷിയമ്മയ്ക്ക്. ദിവസവും വിളക്കുവയ്പും ഇളനീരും വറപൊടിയുമല്ലാതെ മറ്റു വഴിപാടുകളൊന്നും തന്നെ ഇല്ല. നാഗപ്രതിഷ്ഠയ്ക്ക് സമീപമുള്ള ഈ വാതിലിലൂടെ കടന്നുപോയാൽ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമായ അന്തിമഹാകാളൻകാവിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന് പുറത്ത് വടക്കുകിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായ ശൈവസർപ്പവും ശിവന്റെ കണ്ഠാഭരണമായ വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവും അടങ്ങിയതാണ് ഈ സർപ്പത്തറ. നൂറും പാലും പുറ്റും മുട്ടയും മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങിയവയാണ് നാഗദൈവങ്ങൾക്ക് പ്രധാന വഴിപാടുകൾ. നാഗരാജ ക്ഷേത്രത്തിനടുത്തു തന്നെയാണ് ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപവും. ദാനങ്ങളിൽ മഹാദാനമായ അന്നദാനം ഇവിടെ നിത്യേന നടത്തി വരുന്നുണ്ട്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഉഷപൂജ മാധവിപ്പള്ളി പൂജ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനു പിന്നിലുള്ള ഐതിഹ്യം കോഴിക്കോട് സാമൂതിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂതിരിയുടെ മാധവി എന്നു പേരുള്ള അനന്തരവൾക്ക് യൗവനാരംഭത്തിൽ ഗന്ധർവന്റെ ആവേശമുണ്ടായി. വിദഗ്ധ ചികിത്സകൾ നടത്തിയിട്ടും ഫലമൊന്നും കണ്ടില്ല. തുടർന്ന് ജ്യോത്സ്യന്റെ ഉപദേശം അനുസരിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭജനം ഇരുത്തുകയും മാധവിയുടെ രോഗം മാറുകയും ചെയ്തു. പിന്നീട് സാമൂതിരി ഉഷപൂജയ്ക്ക് തന്റെ അനന്തരവളുടെ പേര് നൽകി അത് തന്റെ വകയാക്കി മാറ്റി. അമൂല്യ രത്നങ്ങളുടെയും അളവറ്റ സമ്പത്തിന്റെയും ഉടയോനായാണ് ഏറ്റുമാനൂരപ്പൻ അറിയപ്പെടുന്നത്. അമൂല്യങ്ങളായ നെന്മാണിക്യം, മരതകം, വൈഡൂര്യം തുടങ്ങിയ രത്നങ്ങളും പൊൻപഴുക്കാക്കുല, രത്ന അലുക്കുകളുള്ള പൊന്നിൻ കുട, കരിങ്കൽ നാഗസ്വരം, രത്നം പതിച്ച വലമ്പിരി ശംഖ്, 7.5 പൊന്നാന, സ്വർണ്ണച്ചേന, സ്വർണ്ണ വിളക്ക്, സ്വർണ്ണക്കുടങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, പൂർണ്ണമായും സ്വർണത്തിൽ തീർത്ത മൂലബിംബം എന്നിവയും ക്ഷേത്രത്തിലെ നിധികളാണ്. അതിവിശേഷമായ 7.5 പൊന്നാന ദിവസവും ശിവരാത്രി നാളിലും ക്ഷേത്രത്തിന്റെ നട അടയ്ക്കാറില്ല. ക്ഷേത്രത്തിലെ പൂജയ്ക്കും ദീപാരാധനയ്ക്കും നട അടച്ചിരിക്കുന്ന സമയത്തെല്ലാം അകത്ത് ഇടയ്ക്ക് കൊട്ടി അഷ്ടപതി പാടലും പുറത്ത് നാദസ്വര വായനയും ഉണ്ടാകും. എല്ലാ മാസത്തിലും വരുന്ന പ്രദോഷവ്രതം ഏറ്റുമാനൂരിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു. അന്നേ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് മുന്നോടിയായി വിശേഷാൽ അഭിഷേകം നടത്താറുണ്ട്. അന്നത്തെ അത്താഴ് ശീവേലിക്ക് ഋഷഭവാഹനത്തിലേറെയാണ്
ഏറ്റുമാനൂരപ്പന്റെ എഴുന്നള്ളത്ത്. നിരവധി ഭക്തർ ഇത് തൊഴുവാനായി ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. ശനി, തിങ്കൾ തുടങ്ങിയ ദിവസങ്ങളിലുള്ള പ്രദോഷം കൂടുതൽ വിശേഷമായി കണക്കാക്കപ്പെടുന്നു. ധനുമാസത്തിലെ തിരുവാതിര ഭഗവാന് അതിവിശേഷമാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ അഖണ്ഡ ഭസ്മാഭിഷേകമാണ് പ്രധാന ചടങ്ങ്. സൂര്യകാലടി മനയിലെ നമ്പൂതിരിപ്പാടാണ് ലക്ഷണമൊത്ത നന്ദികേശ സ്വരൂപമായ ഈ കാളയെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചത്. തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു ഏഴര പൊന്നാന. എന്നാൽ അത് നടത്തും മുൻപ് അദ്ദേഹം നാടു നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിന്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജയാണ് ഇത് നടക്കി വെച്ചത്. വാസ്തവത്തിൽ ഏഴര പൊന്നാന വൈക്കത്ത് നേരാൻ വെച്ചിരുന്ന വഴിപാടായിരുന്നത്രേ. തിരുവനന്തപുരത്തു നിന്നും വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഏറ്റുമാനൂരെത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കാനും മറ്റുമായി രാജാവും ഭടന്മാരും കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തുകയും ഏഴര പൊന്നാനകളെ ഇറക്കി വെച്ച് അവർ വിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്തു നിന്നും ഉഗ്രസർപ്പങ്ങൾ പണം വിടർത്തി നിൽക്കുന്ന കാഴ്ച കാണുകയും ഭയാക്രാന്തരായ രാജാവും ഭടന്മാരും അടുത്തുള്ള ജോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചപ്പോൾ ഏഴര പൊന്നാന ഏറ്റുമാനൂരിൽ തന്നെ സമർപ്പിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹമെന്നും തെളിഞ്ഞു. തുടർന്ന് 1769 മെയ് മാസം 14 തീയതി വെള്ളിയാഴ്ചയുള്ള ശുഭമുഹൂർത്തത്തിൽ ഏഴര പൊന്നാനകളെ ഭഗവാന് നടക്കി വെച്ചു. ഏഴര പൊന്നാനയായി അറിയപ്പെടുന്നത് അഷ്ടദിഗ്ഗജങ്ങളാണ് എന്നാണ് സങ്കല്പം. യഥാക്രമം ഐരാവതം, പുണ്ടരീകൻ, വാമനൻ, കുമുദൻ, അഞ്ജനൻ, പുഷ്പദന്തൻ, സാർവഭൗമൻ, സുപ്രീകൻ എന്നിവരാണ് അഷ്ടദിഗ്ഗജങ്ങൾ. ഇതിൽ തെക്കുദിക്കിന് കാവലായി നിൽക്കുന്ന ആനയാണ് വാമനൻ. ഏറ്റവും ചെറിയ ആനയാണിത് എന്ന് പുരാണങ്ങൾ പറയുന്നു. ഏറ്റവും ചെറിയ വാമനൻ എന്ന ആനയാണ് അരയാനയായി ഏഴര പൊന്നാനയിൽ പറയുന്നത്. കുംഭമാസത്തിലെ കറുത്ത ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആചരിച്ചു വരുന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ് സന്ധ്യയ്ക്കുള്ള ശയന പ്രദക്ഷിണമാണ്. നിരവധി ഭക്തർ ക്ഷേത്രകുളത്തിൽ കുളിച്ച് ഈറനോടെ കൊടിമരത്തിനു മുന്നിലെത്തി നിലത്തു കിടന്ന് ഉരുളാൻ തുടങ്ങുന്നു. ശിവരാത്രി നാളിൽ 18 പൂജകളുണ്ട്. അന്ന് രാത്രി ക്ഷേത്രനട അടയ്ക്കില്ല. പകരം രാത്രിയിലെ ഓരോ യാമത്തിലും യാമപൂജയും അതോടനുബന്ധിച്ച് കലശാഭിഷേകവും ഉണ്ടാകാറുണ്ട്. ഇത് തൊഴുവാൻ രാത്രിയിൽ ഭക്തർ ഉറക്കമൊഴിച്ച് ക്ഷേത്രത്തിൽ താമസിക്കാറുമുണ്ട്. ഭക്തരുടെ മനസ്സിൽ കുളിർമയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരനുഭവമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം. കുംഭമാസത്തിലെ ചതയദിനത്തിൽ കൊടിയേറി തിരുവാതിര ദിനത്തിൽ ആറാട്ടോടുകൂടി 10 ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ഭഗവാന്റെ 8ാം ഉത്സവ ദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം. കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് 8ാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വെക്കും. ആറാട്ടു ദിവസം തീവെട്ടികളുടെ വെളിച്ചത്തിൽ 4 പേർ ചേർന്ന് ഇവയെ ശിരസിലേറ്റുന്ന പതിവുമുണ്ട്. ഞായറാഴ്ച, തിങ്കളാഴ്ച തുടങ്ങിയവ ശിവക്ഷേത്രത്തിൽ പ്രധാനമാണ്. പൊതുവെ ഞായറാഴ്ചയാണ് മഹാദേവന് ഏറ്റവും പ്രധാനമായ ദിവസം. ആദിത്യന്റെ ദിവസമായ ഞായറാഴ്ച
ശിവാരാധന നടത്തുന്നത് ആയുസ്സും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം. ആദിത്യന്റെ അതിദൈവം ശിവനാണ്. സൂര്യശംഭു എന്ന് അറിയപ്പെടുന്നു. തിങ്കളാഴ്ചയും പ്രധാനമാണ്. പാർവതി സമേതനായ ശിവനാണ് അന്ന് പ്രാധാന്യം. കുംഭമാസത്തിലെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ശബരിമലയിൽ തന്ത്രാവകാശമുള്ള ചെങ്ങന്നൂർ താഴമൺ മഠത്തിനാണ് ഇവിടെയും തന്ത്രാവകാശം കിട്ടിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം സ്വദേശികളായ പത്തില്ലത്തിൽ പോറ്റിമാരാണ് മേൽശാന്തിമാരാകുക. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കീഴ്തൃക്കോവിൽ ക്ഷേത്രമെന്നാണ് ഇതിന്റെ പേര്. ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം കുറയ്ക്കാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നെങ്കിലും ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഇവിടത്തെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണുവിന് ഉപദേവതയായി ഗണപതിയും കുടികൊള്ളുന്നു. ആദിശങ്കരാചാര്യർ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ താമസിച്ചപ്പോഴാണ് സൗന്ദര്യലഹരി എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2026 ഫെബ്രുവരി 18 കൊടിയേറി ഫെബ്രുവരി 27 ആറാട്ടോടുകൂടി അവസാനിക്കുന്നതുമാണ്. MC റോഡ് ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുന്നതിനാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക എളുപ്പമാണ്. കോട്ടയത്ത് നിന്നും 12 കിലോമീറ്റർ ദൂരവും എറണാകുളത്തു നിന്നും ഏകദേശം 52 കിലോമീറ്റർ ദൂരവും തൊടുപുഴയിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ ദൂരവും അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂരാണ്. വേണാട്, പരശുറാം, ഗുരുവായൂർ, മധുര അടക്കമുള്ള എക്സ്പ്രസ് ട്രെയിനുകൾ, മെമു തുടങ്ങിയവ ഇവിടെ നിർത്താറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കോട്ടയം തന്നെയാണ്. മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളുടെ ദൃശ്യങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും തിരികെ എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നന്ദി.